ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ ദിവസമായിട്ട് നമ്മൾ കുറച്ച് പാക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 കിടുക്കാച്ചി കാർഡ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് നമ്മളെ അലിസൺ ബക്കർ കാർഡാണ്. രണ്ടാമത്തെ പിന്നെ അലിസൺ ബക്കർ കാർഡ് അത്യാവശ്യം നല്ല ഗെയിം പ്ലേ ഒക്കെ ഉണ്ട്. രണ്ടാമത്തെ പിന്നെ നമ്മളെ ജോ ക്യാൻസലോൻ്റെയാണ്. ഒന്നാമത് നമ്മൾ കുക്കുറെല്ലേനെ ഒരു റെഡാക്കി നിൽക്കുമ്പോഴാണ് ജോ ക്യാൻസലോൻ്റെ കാർഡ് കിട്ടുന്നത്. അപ്പോൾ മഷ്റാന് കുറച്ച് ഇത് ആക്കാൻ പണിയായിരുന്നു. അപ്പോൾ നമുക്ക് ജോ ക്യാൻസലോയുടെ കാർഡ് റാങ്കപ്പ് ചെയ്യാം. അലിസൺ ബക്കർ കാർഡ് നല്ല ഗെയിം പ്ലേ ഒക്കെ ഉണ്ട്. ജോ ക്യാൻസലോൻ്റെ കാർഡ് ഞാൻ അങ്ങനെ കളിപ്പിച്ചിട്ടില്ല. ഒന്നാമത് ഇപ്പാണ് ഒരു 106 ഓവറൊക്കെ ആക്കുന്നത്. അപ്പോൾ നമുക്ക് ബാലൻസ് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇന്ന് നമുക്ക് നല്ലൊരു സെൻറ്റർ ബാക്കിനെയാണ് ആവശ്യം. ഒരു മാർക്കറ്റ് പിക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും 101, 102, 103 ആ ഒരു റേഞ്ചിലുള്ള പ്ലേയേഴ്സിനായിരിക്കും കിട്ടുക. ഓക്കെ, ജോ ക്യാൻസലോ, ഡിയബി. എന്തായാലും നമുക്ക് ഈ ഒരു പ്ലെയറെ എടുക്കാം, ഫ്രാൻസിസ് കൊലോണി. ഓക്കെ, എന്തായാലും നമുക്ക് ഇപ്പോൾ നല്ല രീതിക്ക് കോയിന് കിട്ടിയിട്ടുണ്ട്. കാരണം അത് ഞാൻ വീഡിയോയുടെ ഒരു ഭാഗത്തെത്തുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, എന്തായാലും നമുക്ക് മാർട്ടിനസിനെ മാറ്റാം. മാർട്ടിനസിൻ്റെ കാർഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കാർഡായിരുന്നു. നല്ല ലോങ് ഷോട്ട് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല പവർ ഷോട്ടൊക്കെ കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് ഗോളാകുമായിരുന്നു. അതുപോലെ തന്നെ ഈ ബാലൻഡിയോറിൻ്റെ ഈ ചാപ്റ്ററിൽ നമ്മൾ ക്രൂയിഫിനെ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ബാലൻഡിയോറിൻ്റെ സെക്കൻഡ് വീക്കാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാവരും മാക്സിമം കളിച്ച് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. നമ്മൾ അധിക കളിയൊന്നും അങ്ങനെ കളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത് കുറച്ച് ദിവസം മുമ്പ് കംപ്ലീറ്റ് ആയതാണ്. വീഡിയോ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് പറഞ്ഞത്, കർവാല് നമുക്ക് സോൾഡായിട്ടുണ്ട്. 1 ബില്യണോട് അടുത്തായിട്ട് നമുക്കിപ്പം കോയിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു പ്ലെയറെ വാങ്ങിക്കും നമ്മൾ. അപ്പോൾ അത് അടുത്ത വീഡിയോയിലോ അല്ലെ വേറെ ഏതെങ്കിലും വീഡിയോയിൽ അതിനെപ്പറ്റിയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാം. എന്തായാലും നമ്മുടെ സ്ക്വാഡിൽ നല്ലൊരു സെൻറ്റർ ബാക്കാണ്. പിന്നെ ഇത് നിങ്ങൾ എന്തായാലും 15 ചാലഞ്ച് മോഡലും കംപ്ലീറ്റ് ആക്കും. ഒരു മഷ്റാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് ഫ്രൈഡേ നിങ്ങളെല്ലാവരും നോക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അത് നല്ല നമ്മൾ F2P കളിക്കുന്നവർക്ക് വലിയ ഇതല്ല. പക്ഷേ P2W ആൾക്കാർക്ക് നല്ല രീതിക്ക് അതിൽ നിന്ന് റിവാർഡ്സ് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാവരും ചലഞ്ച് കൂടി കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. കാരണം നല്ല രീതിക്ക് ജംസ് കിട്ടും. 3000 ജമ്മൊക്കെ ഇപ്പം കൊടുത്താൽ ഒരു 99 പ്ലെയേഴ്സ് കിട്ടിയാൽ അത് മാർക്കറ്റ് പിക്കിന് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ വീക്ക് 2ൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വാൻ ബാസ്റ്റനും ബാജിയോനെയും കാണാം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടിക്കുന്ന മഷ്റാനോ ജംസ് അത് എടുക്കാം. പക്ഷേ ഈ പ്രൈമറി റിവാർഡ്സ് എടുത്താൽ മാത്രമേ ഇൻട്രോയിലെ മറ്റേ ഇത് കിട്ടൂ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ടിക്കറ്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. ഡാഗ്ലിഷിൻ്റെ കാർഡുണ്ട്. എന്തായാലും ഇതിൽ ഞാൻ ചൂസ് ചെയ്യുന്ന ഡാഗ്ലിഷാണ്. ഒന്നാമത് ഏതെങ്കിലും ഒരു കാർഡേ ചൂസ് ചെയ്യാൻ പറ്റൂ. ഈ റിവാർഡാണ് പറഞ്ഞത്. എല്ലാവരും കളിച്ച് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഈ ഡെയിലി ക്രോണിക്കൽസിന് ഇതിലും പുതിയ ഇത് വന്നിട്ടുണ്ട്, എക്സ്ചേഞ്ച് ഉണ്ട്. ഡാഗ്ലിഷാണ് ഇന്ന് എനിക്ക് കിട്ടിയ പ്ലെയർ. അതുപോലെ തന്നെ സ്റ്റോറിൽ ബ്ലാക്ക് ഫ്രൈഡേൻ്റെ
ഇവിടെ വന്ന് കഴിഞ്ഞാൽ 2000-ൻ്റെയും 3000-ൻ്റെയും പാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബ്ലാക്ക് ഫ്രൈഡേ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ ആ പോയിൻ്റ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ താഴെ തന്നെ ഇവിടെ ബ്ലാക്ക് ഫ്രൈഡേ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ 30,000 കൊടുത്താൽ ബ്ലാങ്ക്, റൊണാൾഡീനോ, ബെല്ലിംഗം ഈ 3 പ്ലേയേഴ്സിൽ ഒരാളെ ഷുവറായിട്ടും കിട്ടും. പക്ഷെ അത് ഈ F2P കളിച്ചെടുക്കുന്നവർക്ക് അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഫിഫ പോയിൻറ്റ്സ് യൂസ് ചെയ്യുന്നവർക്ക് അത് വേഗം തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റും. അതുപോലെ ഡിവിഷൻ റിവാൾസ് നിങ്ങളെല്ലാവരും 2500 ജംസ് ആക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ ഇവൻറ്റിലെ പോയിൻ്റ് ബാലൻഡിയോർ വോട്ടിക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ അത് ആരെങ്കിലും ബാക്കിയുണ്ട് അത് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ചലഞ്ച് മോഡ് എല്ലാവരും മാക്സിമം കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. നല്ല രീതിക്ക് നിങ്ങൾക്ക് ജംസ് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ക്ലബ്ബ് ചലഞ്ച് മോഡ് ഇതും നിങ്ങളൊന്ന് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. കാരണം ചെറിയ ടോക്കണേ വേണ്ടൂ, ഒരു ദിവസം 150 ടോക്കൺ വെച്ച് കിട്ടും. അപ്പോൾ നിങ്ങൾക്കിത് വേഗം കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ കോയിൻസ് നിങ്ങൾ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡബിൾ പാക്സ് വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഫുൾ അൺട്രേഡബിൾ ആണ്. പക്ഷേ ആ പോയിൻ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെ ട്രേഡബിളിൻ്റെ ഉണ്ട്. ലക്ക് നോക്കണം എന്നുള്ളവർക്ക് അതും ചെയ്യാം. അലിസൺ ബക്കർ റാങ്കപ്പ് ചെയ്യാൻ നമ്മുടെ അടുത്ത് മഷറാണും ഇല്ല. അപ്പോൾ നമ്മളിവിടെ ചലഞ്ച് മോഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 97 ഡാർവിൻ ന്യൂനസിനാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരു 97 ട്രേഡബിൾ കാർഡും കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒരു 15 മില്യണേ ഉള്ളൂ. അപ്പോൾ നമുക്കത് എന്തായാലും കോയിൻ എക്സ്ചേഞ്ച് ചെയ്യാം. ഇതിന് മുമ്പ് ഒരു ഒബാമയാങ്ങിൻ്റെ കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനത്തെ കോയിൻസിൻ്റെ ഇത് നിങ്ങൾ മാർക്കറ്റ് സെല്ല് ചെയ്യുന്നതിനെക്കാട്ടി നല്ല ഇങ്ങനെ ഈ കോയിൻ എക്സ്ചേഞ്ച് കൊടുക്കുന്നതാണ്. കാരണം 10% ടാക്സായിട്ട് നിങ്ങൾക്കിപ്പോൾ 15 മില്യണുള്ള ഒരു കാർഡ് 14 മില്യണിനാണ് സോൾഡായി പോവുക. അപ്പോൾ ഈ കോയിൻ എക്സ്ചേഞ്ച് തന്നെ ചെയ്യുക. അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, 96+ തന്നെ വേണം ഒരു 15 മില്യണുള്ള ചെയ്യാൻ. അപ്പോൾ നമുക്കൊരു പാക്ക് ഓപ്പൺ ചെയ്യാം. Here we go. ഓക്കെ, സെർബിയാണ് വ്ലാഹോവിച്ച് തന്നെ. 3ാമത്തെ പ്രാവശ്യമാണ് ഈ ഇവൻറ്റിൽ വ്ലാഹോവിച്ചിൻ്റെ കാർഡ് കിട്ടുന്നത്. അത് ഫുള്ള് നമ്മൾ മാർക്കറ്റ് പിക്കിന് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഇടാണ്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ കുറച്ച് ചുമയും തൊണ്ടവേദനയിലാണ്. അപ്പോൾ ഇനി നമ്മളെന്തായാലും കണ്ടിന്യൂസ് ആയി വീഡിയോ ഇടും. അപ്പോൾ ഇവൻ്റ് എല്ലാവരും മാക്സിമം ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ചലഞ്ച് മോഡും കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ജെംസ് നല്ല രീതിക്ക് ഏൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ചലഞ്ച് മോഡ് കളിക്കാം.